ഖത്തറിന്റെ ആ പ്രധാനപ്പെട്ട ആ ഇടപെടലോടുകൂടി ഒരു പ്രധാന സംഭവവികാസം ഗസയിൽ അരങ്ങേറുവാൻ പോവുകയാണ്. ഗസയിൽ ചോരപ്പുഴ ഒഴുകുന്നത് തുടരുകയാണ്. ഇസ്രായേൽ ബോംബിംഗിൽ നിരവധി ഫലസ്തീനികൾക്കും നേരെ തിരിച്ചും ഇസ്രായേലിനും നഷ്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. യുദ്ധം നിർത്തണമെന്ന ആവശ്യം ശക്തമാകവേ അതിന് ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്ന് പലരും പറയുകയാണെങ്കിലും പ്രധാനമായും നെതന്യാഹു അതിന് തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട നിരവധി തവണ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തുവരികയും ബന്ദികളുടെ ബന്ധുക്കളടക്കമുള്ളവർ ഇസ്രായേലിന് നേരെ പ്രധാനമായും നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ഒരു ടെന്റ് കെട്ടി അടക്കം സമരം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ഗീവ് ദം ബാക്ക് എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യമെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല, യുദ്ധം നിർത്തൂ എന്നതായിരുന്നു, അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കൂ എന്നതാണ് അവരുടെ മുദ്രാവാക്യം പ്രധാനമായും ഇസ്രായേലിൽ നിന്നും ഉയരുന്നത്. പക്ഷേ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ വെടിനിർത്തൽ സംഭവിച്ചാൽ അത് ഹമാസിന്റെ വിജയമായിരിക്കും എന്ന്. പക്ഷെ അപ്പോഴും ബന്ദികൾ മാത്രമാണ് ഇവരുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്. അതുതന്നെയാണ് ഖത്തർ ഒരു നിർണായക ഇടപെടൽ ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നതും. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടെ ഗസയിൽ ഇസ്രായേൽ 2 മാസത്തേക്ക് യുദ്ധം നിർത്തുമെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാകാനുള്ള കരാറ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചനകൾ. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹമാസ് ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പ്രകാരമാണ് 2 മാസത്തേക്ക് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അല്ലെങ്കിൽ ഗസയിൽ ഇപ്പോൾ നടന്നു വരുന്ന ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം നിർത്തി വെക്കുന്നത്. ഇതിന് പകരമായി 100 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ന് പാരീസിൽ വിശദമായ ചർച്ച നടക്കും. ഇതിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി CIA ഡയറക്ടർ വില്യം ജെ ബൂൺസിനെയും ബൈഡൻ അയച്ചിരുന്നു. ഇസ്രായേൽ, ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളുമായിട്ടുള്ള ബൂൺസ് ചർച്ച നടത്തും. ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് US പ്രസിഡന്റിന്റെ പദ്ധതി. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഗസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ഫലസ്തീൻ സഹായം എത്തിക്കുന്നു എന്ന UN ഏജൻസികളുടെ ധനസഹായം US-ഉം UK-യും നിർത്തി. UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ നൽകുന്ന ഫണ്ടാണ് നിർത്തിയത്. ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട്. അതിനിടെ സമ്പൂർണമായ വിജയം നേടും വരെ ഗസയിലെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.